കരുവാരക്കുണ്ടിൽ കണ്ട കടുവയ്ക്ക് 5 വയസ്സ് പ്രായമെന്ന് DFO ധനിലാൽ. കടുവയുടെ കാൽപ്പാടുകളും കാഷ്ടവും വേട്ടയാടിയ പന്നിയുടെ അവശിഷ്ടവും കണ്ടെത്തി. കടുവയെ കണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് DFOയും സംഘവും പരിശോധന നടത്തി. ഇന്നലെയാണ് കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ കടുവയെ കണ്ടത്. കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിന് സമീപം കടുവയെ കാണുകയും കടുവയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് DFO G ധനിലാലിന്റെ നേതൃത്വത്തിൽ വനപാലകർ ഈ ഭാഗത്ത് പരിശോധന നടത്തിയത്. റബ്ബർ തോട്ടത്തിൽ കണ്ടത് 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന കടുവയാണെന്നാണ് GFO ധനിലാൽ പറയുന്നത്. ഈ മേഖലയിൽ നിന്ന് എസ്റ്റേറ്റിൽ രാവിലെ കടുവനെ കണ്ടതായിട്ട് എസ്റ്റേറ്റിന്റെ ഉടമ വിളിച്ചറിയിക്കുകയും അതിനെ തുടർന്ന് RRT സംഘം ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. RRT സംഘം പരിശോധന നടത്തിയതിൽ പരിശോധന സമയത്ത് കടുവ ഓടിപ്പോകുന്നവർ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറിയിച്ചത്. തുടർന്നാണ് ഞാനും ബാക്കിയുള്ള സംഘം കൂടി നേരിട്ട് വന്ന് പരിശോധിച്ചത്. അവരൊക്കെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കടുവയുടെ കാൽപ്പാടുകളും കാഷ്ടവും വേട്ടയാടിയ പന്നിയുടെ അവശിഷ്ടങ്ങളും പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പാറയ്ക്ക് മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തായി കടുവയുടെ 2 കാൽപ്പാടുകൾ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. തൊട്ടു താഴെയായി ജലാംശം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കാഷ്ടവും കണ്ടെത്തി. ഇതിനു താഴെയാണ് വേട്ടയാടിയ പന്നിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇതോടെ ഈ ഭാഗത്ത് വനംവകുപ്പ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടത്തിൽ ആദ്യം കടുവയെ കണ്ടത്. തുടർന്ന് RRT അംഗങ്ങൾ ഈ ഭാഗത്ത് പരിശോധന നടത്തുകയും കടുവയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു. കടുവയെ നിരീക്ഷിക്കാനായി NTCA ചട്ടം പ്രകാരമുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂട് സ്ഥാപിക്കാനും തീരുമാനിച്ചു. കേരള വിഷൻ, നിലമ്പൂർ.